പ്രശ്നമായി. ഞാൻ മറ്റേ ടുണീഷ്യൻ ജയിലൊക്കെ ആണ്ട് ജീവിതം. അപ്പോഴാണ് അതെ ആട് ജീവിതം. ഇയാളെ മൂന്നാം ദിവസമാണ് എന്നോട് പറഞ്ഞത് ഇയാളൊരു പോലീസ് ഓഫീസറാണ് അവിടുത്തെ. ഒരു ഇരുണ്ടിങ്ങനെ വന്നിട്ട് ഇത് മണൽക്കാറ്റിങ് വരികയാണ്. അപ്പൊ ഞങ്ങളൊരു 35 പേരുടെ ക്രൂ ഉണ്ട്. ഇവരെല്ലാവരും ഓടി നമ്മളൊരു ഷെൽട്ടറിലേക്ക് കയറുമ്പോൾ പൂജാ ഭട്ട് എഴുതി വെച്ചിട്ട് ഞാനോട് ബെല്ലടിച്ചു, നിങ്ങൾ ആരാ ഫോണിലോട്ട് പറഞ്ഞു വിട്ടേ എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഡെയിലി റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഈ രൂപത്തിൽ ഒരാള് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. രാവിലെ ഇറങ്ങി പോണ ആള് വൈകുന്നേരം വന്നില്ല, വൈകുന്നേരം വന്നെ ആള് രാവിലെ ഇറങ്ങി പോകുന്നില്ല. ടുണീഷ്യ എയർപോർട്ടില് ആസിഫ് ഒരു 6 മണിക്കൂർ ഇരുന്നു. 6 മണിക്കൂർ ദയനീയമായിരുന്നു. നമ്മൾ ആദ്യം പോയി എല്ലാവരും നിൽക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, പിന്നെ പയ്യെ അപ്പൊ എടുത്തിട്ട് പൂജാ ഭട്ട് കോളിംഗ് കിസ്കാ ഫോനെ, അയ്യോ എന്റെ ഫോണാണോ, ഞാൻ പോയി എടുത്ത് ഫോൺ എടുത്തു. അപ്പൊ പൂജാമയായിരുന്നു. ഞാനിത് കണ്ട് എന്റെ മതിയും കൊതിയും കെട്ടുവാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫുൾ ഹോളിഡേ മൂഡില് പൂക്കൾ ഷർട്ടൊക്കെ ഇട്ട് ഷറഫുദ്ദീൻ മറ്റേ വലിയ സ്പീക്കറൊക്കെ പിടിച്ച് ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. താങ്ക് യു. പ്രഭാസ്, ബോംബെയിൽ ജീവിച്ചു വളർന്നു, ഒന്നും ചോദിക്കില്ല എന്നോട് ആദ്യം തുടക്കത്തിൽ വന്നു പറഞ്ഞു. പക്ഷെ കുഴപ്പിക്കണ ചോദ്യം ചോദിക്കരുത് കുഴപ്പിക്കുക, ഞാൻ ഒന്ന് തിരുത്തി. പക്ഷേ താങ്കളെ സംബന്ധിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട്. ജിത്തു ജോസഫ് സാറിൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വലങ്കയായി നിന്ന് ഒരു സിനിമയുടെ ഡയറക്ടറായി വരുന്നു, അതും ജിത്തു ജോസഫ് സാറിന് പ്രസൻസ് എന്നും പറഞ്ഞു വരുന്നു. അവിടെയാണ് നിങ്ങളുമുള്ള ഒരു അടുപ്പം വീണ്ടും പ്രഷറും പുള്ളിക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു യാത്രയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്ത് തോന്നുന്നു ഈ നിമിഷം? ഒരു എന്താ പറയുക, ഒരു സ്വപ്ന, ഒരു ഡ്രീം കം ട്രൂ ആണ്. സോ ദിസ് ഇസ് എ മൊമെന്റ് വെയർ ഈ സിനിമയുടെ ജേർണി എന്ന് പറയുന്നത് ഒത്തിരി സ്ട്രഗിളും ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി. അങ്ങനെ ഫൈനലി തിങ്സ് സ്റ്റാർട്ടഡ് ഫാളിങ് ഇൻ പ്ലേസ്. അങ്ങനെ ഇപ്പോൾ സിനിമ ഫൈനലി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, നെർവസ്നെസ് ഉണ്ട്. ഇതെങ്ങനെ ആൾക്കാരിൽ എങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. ഐ ആം ഹാപ്പി. തീർച്ചയായിട്ടും ഹാപ്പിയാണ്. എനിക്കൊന്ന് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തന്നെ തുടങ്ങാം. ഇന്ന് വരെ ഒരു ഇന്ത്യൻ സിനിമ ഷൂട്ട് ചെയ്യാത്ത സ്ഥലത്ത് പോയി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. എനിക്ക് നമ്മുടെ പിന്നെ ഗൂഗിൾ മാപ്പ് പോലും കിട്ടാത്ത അവസ്ഥയുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വന്നപ്പോൾ അത്തരം ഒരു ലൊക്കേഷൻ തന്നെ വേണമെന്ന് തീരുമാനിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാവുമല്ലോ. ഒന്ന്, ഇത് കേരളത്തിൽ സംഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു കഥയല്ല. കേരളത്തിൽ മരുഭൂമിയൊന്നുമില്ലല്ലോ. ഇത് ഒരു ഇമാജിനറി വേൾഡിൽ നടക്കുന്ന സാങ്കല്പികമായിട്ടുള്ള ചില കഥാപാത്രങ്ങളുടെ കഥയാണ്. അപ്പോൾ ആ വിഷ്വലും ഇതിനു മുമ്പ് നമ്മൾ മലയാള സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെ ആകരുത് എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൊറോക്കോ ആയിരുന്നു ആദ്യം ഫിക്സ് ചെയ്തിരുന്നത്. മൊറോക്കോ രാമിൻ്റെ ഷൂട്ടിന് വേണ്ടി ഞാനും ജീതു സാറും ട്രാവൽ ചെയ്ത് റേക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ചൊരു ലൊക്കേഷനായിരുന്നു. അത് വർക്കൗട്ട് ആയില്ല. അതിനുശേഷം റാമിൻ്റെ ലൊക്കേഷൻ നോക്കി തന്നെ ട്യൂണീഷ്യയിൽ എത്തുമ്പോഴാണ് ഒരു സ്ഥലം കാണുകയും നമുക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നത്. പിന്നെ പ്രൊഡ്യൂസറിനെ ട്യൂണീഷ്യയെ കൺവിൻസ് ചെയ്യില്ലായിരുന്നു നെക്സ്റ്റ് ഹേർഡിൽ. പക്ഷേ ഹി വാസ് ഓൾസോ വെരി സെൻസിബിൾ പേഴ്സൺ. പുള്ളി മനസ്സിലായി. അങ്ങനെ ആണ് ട്യൂണീഷ്യയിലോട്ട് എത്തുന്നത്. തീർച്ചയായിട്ടും ആസിഫ് അലി, ആദ്യമായിട്ടൊരു ബിഗ് സല്യൂട്ട് തലവന്റെ വിജയത്തിന്. താങ്ക് യു. താങ്കളുടെ അഭിനയത്തിന് നിങ്ങളുടെ ഇന്നൊരു സല്യൂട്ട് കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അല്ല, മികവുറ്റ നമുക്ക് അറിയില്ല, ആ സിനിമയെ കുറിച്ച് പറയാൻ പോലും. അത്രമാത്രം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട സിനിമ. അവിടെ നിന്ന് നേരെ ലെവൽ പോസ്റ്റിലേക്ക് വരികയാണ് നമ്മൾ. വളരെ സന്തോഷമുള്ള മുഹൂർത്തം. എനിക്ക് പേഴ്സണലി സന്തോഷം. ഞങ്ങളുടെ നാട്ടുകാരൻ വീണ്ടും വീണ്ടും നല്ല നല്ല സിനിമകൾ ചെയ്തു വരുമ്പോൾ അതിനുള്ള സന്തോഷമുണ്ട്. ഇതിലേക്ക് എത്തിക്കഴിയുമ്പോൾ എനിക്കൊന്ന് ലുക്ക് തന്നെ ആസിഫ് അലി ഇതുവരെ ചെയ്ത ലുക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. ഇങ്ങനെ പല്ലൊക്കെ മുറുക്കി കറുപ്പിച്ച് അത്തരം ഒരു ലുക്കിലേക്കാണ്. ലെവൽ ക്രോസ് എന്താണ് പറഞ്ഞു വെക്കുന്നത്? ഇതില് അർഫാസ് പറഞ്ഞ പോലെ ഒരു പുതിയ വിഷ്വൽ ലാംഗ്വേജ് ഉള്ള ഒരു സിനിമ ആയിരിക്കണം എന്നുണ്ട്. എന്നാൽ മലയാളികൾക്ക് എല്ലാ തരത്തിലുള്ള മലയാളി പ്രേക്ഷകർക്കും കാണാൻ പറ്റുന്ന ഒരു മലയാള സിനിമയായിരിക്കണം. പക്ഷെ അതൊരു ഇന്റർനാഷണൽ സിനിമ പോലെ ഫീൽ ചെയ്യുന്നൊരു സിനിമയായിരിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ സിനിമയെ നമ്മൾ കൺസീവ് ചെയ്തത്. ഇപ്പോൾ എൻ്റെ അടുത്ത് അർഫാസ് ഇത് കഥ പറയുമ്പോൾ മുതൽ എനിക്കൊരു ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെ ഷേപ്പ് ചെയ്ത് വരും എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ റെഫറൻസ് ലൊക്കേഷൻ വെച്ചിട്ട് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഇതൊരു രാജസ്ഥാൻ പോലത്തെ ഒരു സ്ഥലത്താണ്. പക്ഷെ എന്നാലും അതിനേക്കാൾ കുറെ കൂടെ നല്ലൊരു ഓപ്ഷനിലേക്ക് പോകാം എന്നുള്ള അർഫാസിന്റെ തീരുമാനത്തിലാണ് മൊറോക്കോയിൽ എത്തുന്നതും. ഇവർ റാമിന്റെ നേരത്തെ പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ വന്ന് ഇത് ട്യൂണീഷ്യയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു കറക്റ്റ് സ്ഥലം, അതായത് നമുക്ക് കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് പോലും ചിന്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ലൊക്കേഷൻ എത്തി. അവിടെ ഒരു ആക്ച്വൽ റെയിൽവേ ട്രാക്ക് ഉണ്ട്.
ഒരു വീടുണ്ട്. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരുപാട് കഥകളുണ്ട് ആ നാട്ടിൽ. ഒരുപാട് വലിയ വലിയ സിനിമകൾ ഷൂട്ട് ചെയ്തു പോയ സ്ഥലമാണ്. അവിടെ സ്റ്റാർ വാർസ് പോലെയുള്ള, ഇന്ത്യന ജോൺസ് പോലെയുള്ള സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ മൊത്തത്തിൽ ഈ സിനിമയ്ക്ക് എടുക്കുന്ന ഓരോ സ്റ്റെപ്പും എനിക്ക് ഒരു ഇത്രയും നാളെ സിനിമയിൽ നിന്നൊരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര പുതിയ ഫീലായിരുന്നു. ഇതിന്റെ കഥ കേട്ടപ്പോൾ മുതലുള്ള എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇത് നമ്മൾ കേട്ട കഥ ഇതിന്റെ വിഷ്വലിലേക്ക് വരുന്ന ഒരു സമയത്ത് അതിനേക്കാൾ ഗംഭീരമായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം നമ്മൾ വെറുതെ ഒരു സ്കൈ ഫ്രെയിമിൽ വരുമ്പോൾ തന്നെ അതിന് വേറൊരു കളറും, കണ്ണെത്താ ദൂരത്തോളം മരുഭൂമി കിടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അപ്പൊ അങ്ങനെ അർഫാസിനെ കൂമൻ ചെയ്യുമ്പോൾ എനിക്ക് അറിയാം ഒരു ഷോട്ട് പെർഫെക്റ്റ് ആവാൻ അല്ലെങ്കിൽ ഒരു സിനിമയുടെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടുള്ള ഒരു ഹാർഡ് വർക്കറാണ് അർഫാസ്. അതിനകത്ത് ഇപ്പോൾ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെങ്കിലും അർഫാസ് ആ ഷോട്ട് എടുപ്പിക്കും. അർഫാസിന്റെ മുഖത്ത് നോക്കി നമുക്ക് നോ എന്ന് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് അപ്പു പ്രഭാകറാണ് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പു ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഫിലിംസ്, പ്രത്യേകിച്ച് ഈ ബംഗാളി ഫിലിംസും തെലുഗു ഫിലിംസും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയുടെ മലയാളിയാണ്. പക്ഷെ അപ്പുവിനെ തിരിച്ചറിഞ്ഞതും അപ്പു വർക്ക് ചെയ്തതും എല്ലാം നോർത്തിലായിരുന്നു. നാഷണൽ അവാർഡ് വിന്നറാണ്. അപ്പൊ അപ്പുവിന്റെ ഒരു സിനിമയോടുള്ള ഒരു അപ്രോച്ച് ഭയങ്കര നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ്. അപ്പു എപ്പോഴും റെഡിയാണ് ക്യാമറയായിട്ട്. നമ്മൾ ഷോട്ട് റെഡി എന്ന് പറഞ്ഞാൽ അപ്പു പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അകത്ത് സംശയമില്ല, നമ്മൾ പോയി നിന്നാൽ മതി. അപ്പൊ ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ മണൽക്കാറ്റ് വരുവാണ്. അതായത് നമ്മൾ ദുബായിലാണ് നമ്മളിത് കണ്ടിട്ടുള്ളത്, അതിനേക്കാൾ ഭീകരമാണ്. ദുബായിൽ ബിൽഡിങ്സ് ഉണ്ട്, ആളുകളും ഒക്കെ ഉണ്ട്. ഇത് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തിന്റെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ദൂരെ കളർ ഇങ്ങനെ മാറി ആദ്യം ഒരു ചെറിയ മഞ്ഞ കളർ വരും, പിന്നെ അത് ഓറഞ്ച് ആവും, പിന്നെ അതങ്ങോട്ട് ഒരു ഇരുണ്ടിങ്ങനെ വന്നിട്ട് ഇത് മണൽക്കാറ്റിങ് വരികയാണ്. അപ്പൊ ഞങ്ങളൊരു 35 പേരുടെ ക്രൂ ഉണ്ട്. ഇവരെല്ലാവരും ഓടി നമ്മളൊരു ഷെൽട്ടറിലേക്ക് കയറുമ്പോൾ അർഫാസ് ഇങ്ങനെ നോക്കി നഖം ഇങ്ങനെ കടിച്ചുകൊണ്ട് നിന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ രഘു നടന്നു വന്ന നല്ല രസമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോ അപ്പൊ ക്യാമറ എടുത്ത് തോളത്ത് വെച്ചു. അപ്പൊ തോളത്ത് ക്യാമറ വെച്ചു. അതായത് അവിടെ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ സീസൺ ആവുമ്പോ ഇവരുടെ ഒരു തുണി, ഈജിപ്ഷ്യൻ സിനിമകളിൽ കണ്ടിട്ടില്ലേ, കണ്ണ് മാത്രം വെച്ചിട്ട് ഇവരിങ്ങനെ കെട്ടും, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്ന് മുറിയും. അതിന്റെ ഇടയിൽ കൂടെ ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റുമായിട്ട് നടന്നു തന്നെ ഒരു ഷോട്ട് ഉണ്ട്. ഈ ഷോട്ട് ഞങ്ങൾ ആക്ച്വലി CG ഇല്ലാതെ ഷൂട്ട് ചെയ്തതാണ്. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്റെ ഇവിടെയൊക്കെ ഫുൾ സ്ക്രാച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ പോയ സ്ഥലം നമുക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ സിനിമ ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കോൺഫിഡൻസിലാണ് ഞാൻ ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും ഈ ഇടയ്ക്ക് ആസിഫ് വരുമ്പോഴും ചില സിനിമകളിൽ ഇരിക്കുമ്പോഴും ചില സിനിമയെ കുറിച്ച് പറയുമ്പോഴും നമുക്കറിയാം. ഇന്ന് തന്നെ ഇവിടെ വരുമ്പോൾ ഞാൻ ഷെറഫിനെ കാണുകയാണ്. ഷെറഫും ഒരു വിശ്വാസം സിനിമയിലേക്കാണ് കൂടുതൽ വന്ന് ഞാൻ കണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ, തിരക്കിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ സാർ ഓള് വന്നോണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ സാർ? ഒരു 10,000. ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെയാണ് പാറ്റ കൊടുക്കേണ്ട ദിവസം. അല്ല, ഞാൻ ഓർമ്മ തുടങ്ങിയുള്ളൂ. ഇന്നലെ തുടങ്ങിയുള്ള കുഴപ്പമില്ല. അപ്പം ഞാൻ ഇപ്പൊ പറഞ്ഞു വന്ന ഷറഫും ഇങ്ങനെ സിനിമകൾ നോക്കി ഷറഫ് ഇല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഷറഫിന് ഒരു വിശ്വാസമാണ് ഒരു സിനിമയെ കുറിച്ച്. അങ്ങനെയാണ് ഷറഫ് വരാറുള്ളത്. നമ്മളിപ്പോൾ കുറേ ആയി ഒരു സിനിമ ചെയ്തിട്ട് വന്നിട്ട്. ഷറഫ് ഈ പറഞ്ഞ ഇപ്പം ആസിഫും അർഫാസൊക്കെ പറഞ്ഞല്ലോ, ഒരു നല്ല സിനിമയുടെ ഭാഗമാവുക എന്നുള്ള അതിന് എന്ത് ത്യാഗം സഹിക്കാനും നമ്മൾ തയ്യാറാണ്. അർഫാസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ അർഫാസ് അതിന്റെ ഇടയിലൂടെ ആ പൊടിക്കാറ്റിലൂടെ വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞ ക്യാമറ എടുത്ത് ചാടിക്കഴിഞ്ഞിരുന്നു. അപ്പൊ നിങ്ങളും അതിന് തയ്യാറാവുകയാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ നല്ല ഒരു സിനിമയായിരിക്കും, എനിക്കിത് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കണമെങ്കിൽ സ്ക്രിപ്റ്റ് ആയിരിക്കണം, എന്തെങ്കിലും അതിനകത്ത് എലമെന്റ് ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഷറഫ് തെരഞ്ഞെടുത്തത്? അല്ല, ഇത് എൻ്റെ അടുത്ത് അർഫാസ് ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഇല്ലായിരുന്നു, പുറത്തായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നിട്ട് അത് കേൾക്കാനിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത് കേൾക്കാനിരുന്നത്. പക്ഷേ കുറച്ച് അധികം സമയം എടുത്തായിരുന്നു. പക്ഷേ വന്ന് നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് കേട്ടതിന് ശേഷം എൻ്റെ ഒരു സ്പേസ് എന്താണ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിൽ ഞാൻ എന്തായിരിക്കും ചെയ്യാനുള്ളതെന്ന് നമ്മൾ ആദ്യം തന്നെ ഇത് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ആരുമില്ല, ആ സീനിൽ അമ്മലുണ്ട്, ഞാനുണ്ടെന്ന് പറയുന്ന ആ സീനിലായിരുന്നു. ഞങ്ങൾ തന്നെയാണ് ട്രസ്റ്റ്. അപ്പോൾ നമ്മൾ തന്നെ തീരുമാനിച്ചു എന്നുള്ള അവസ്ഥയിലാണ് ഞാൻ. ഇവരൊക്കെ ഉണ്ട്, വേറൊരു സ്പേസിൽ ഷൂട്ട് ചെയ്യുന്നു, പിടിക്കാം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥാപാത്രമുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് എനിക്കൊരു ചെറിയൊരു രസമുള്ള ഒരു വർക്കുണ്ട് എന്നുള്ള എനിക്കും തോന്നി. ഒരു ശരിക്കും 3 പേരാണ് നമ്മൾ ഈ ഫ്രെയിമിൽ കാണുന്ന പോലെ 3 പേരാണ്. അമലാപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന്റെ പ്രൊമോഷൻ പ്രസ് മീറ്റിലൊക്കെ വരുന്ന നിറവയറോടുകൂടി വരുന്ന അമലാപ്പോൾ നമ്മൾ കണ്ടിരുന്നു.
ഇനിയും ഇറങ്ങുമെന്ന് നമ്മൾ പറഞ്ഞേക്ക് ഡെലിവറി കഴിഞ്ഞ് ഇനിയും ഞാൻ ഇതിന്റെ പ്രൊമോഷൻ വരുന്നുണ്ട്. അപ്പൊ ഈ സിനിമയോടുള്ള വിശ്വാസത പ്രേക്ഷകർക്ക് കൂടുതൽ വർദ്ധിക്കുന്നുണ്ട്. ആ വിശ്വാസത്തിനൊത്ത ഒരു സിനിമ തന്നെ നമുക്ക് പറയാൻ കഴിയുമല്ലോ അല്ലെ? അതെ അതെ അതെ. ആദ്യം നമുക്കൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ പ്രേക്ഷകരോട്. അതെ 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 അതെ. കാര്യം ഞങ്ങള് സിനിമ ഇപ്പം നോർമലി ഞാൻ പറയാം, നമ്മള് തന്നെ നമ്മൾ ഈ 4 പേര് ഈ റൂമിലിരുന്ന് എത്ര നേരം നമുക്ക് സംസാരിക്കാൻ പറ്റും? ഒരു മാക്സിമം ഒരു ഫുൾ ഡേ നമ്മളിരുന്ന് വർത്താനം പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ തമ്മിൽ അടിച്ചു പിരിയും. പക്ഷെ ഈ ഫുൾ സിനിമ ഞങ്ങൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വീടിന്റെ അകത്ത് ഒരു ഒറ്റ ലൊക്കേഷനിൽ ഈ 3 പേര് നിന്നിട്ടാണ് ഈ ഫുൾ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു തരി പോലും ഇതിൻ്റെ അകത്ത് ബോറടിച്ചില്ല എന്നുള്ളതായിരുന്നു ഇതിന്റെ ആദ്യത്തെ ക്യാച്ച്. കാര്യം ഇത് ഓരോ സീൻ കഴിയുമ്പോഴും ഈ സിനിമയ്ക്ക് ഒരു ഗ്രോത്ത് ഉണ്ട്. ഇത് അടുത്ത സ്ഥലത്തേക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഇതിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ഒരു നല്ല ടീമുണ്ട് ഇതിനകത്ത്, വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യങ് ടീം ഈ സിനിമയുടെ പുറകിലുണ്ട്. അല്ല, ഈ സിനിമ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ദുൽഖറാണ്. അത് ഈ സിനിമയുടെ എത്രമാത്രം വിജയമുണ്ട് നമ്മൾ ഊഹിക്കാന്ന്. സിനിമ യൂത്ത് ഐക്കണാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതെന്ന് വരെ പറയാം. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അങ്ങനെയാണ്, ക്യാരക്ടറും അങ്ങനെ തന്നെയാണല്ലോ. ആ ഒരു ബന്ധങ്ങൾ ഉൾപ്പെടെയാണ്. നിങ്ങൾ തമ്മിലോ ഇവര് രണ്ടുപേരും ആണ് ഈ സിനിമയ്ക്ക് തുടക്കം എന്ന് തീരുമാനിച്ചുറപ്പിക്കുന്നുണ്ടല്ലോ. അത് ഏത് റൂട്ടിലേക്കാണ്? ഇവര് തന്നെ വേണം എനിക്ക്? ഒന്ന് മെയിൻലി എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ ഈ സിനിമയിലെ കാസ്റ്റും ക്രൂവും എക്സ്പേർട്സ് ആയിരിക്കണം കൈകാര്യം ചെയ്യുന്നത്. ഓരോ കഥാപാത്രമായാലും ഓരോ ടെക്നിക്കൽ സൈഡായാലും എക്സ്പേർട്സ് തന്നെ വേണം എന്നെനിക്ക് ഒരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവരെ അപ്രോച്ച് ചെയ്യുന്നതും. വിത്ത് ഗോഡ്സ് ഗ്രേസ് ദേ സെഡ് യെസ്. അങ്ങനെയാണ് ഇത് സിനിമ ബിൽഡ് ചെയ്ത് വരുന്നത്. ഈ സിനിമ വളരെ ലെയേർഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ ന്യൂവാൻസസിന് പോലും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ചെറിയ ആർട്ട് പ്രോപ്പർട്ടിക്ക് വരെ when you watch the second time you would realize that there is lot more to it than just the visual. അത് ഒരു പക്ഷേ സെക്കൻഡ് വാച്ചിൽ തേർഡ് വാച്ചിലൊക്കെ ആയിരിക്കും അത് മനസ്സിലാവും. പക്ഷെ അത്രയ്ക്ക് ഡീറ്റെയിലിംഗ് ആവശ്യമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ എക്സ്പെർട്സ് വേണമായിരുന്നു. ആൻഡ് ഐ എം ഗ്രേറ്റ്ഫുൾ ടു them that they agreed to do it. രണ്ടുപേരുടെ കഥ പറഞ്ഞപ്പോൾ ഒന്നും ആലോചിച്ചില്ല എന്ന് എന്നോട് പറയുന്നുണ്ടോ? അതെ അതെ, സത്യമാണല്ലോ അല്ലേ? അതെ. പക്ഷെ നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് പറ്റില്ലെന്ന് ആർക്കും പറയാൻ പറ്റും അല്ല, അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മുഖത്ത് നോക്കി പറയും വേണ്ട, തമാശ രീതിക്ക് ഉൾക്കൊള്ളും. പക്ഷെ സംഭവം ശരിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ആണല്ലോ. നിങ്ങൾ തമ്മിലുള്ള കോംബോ അത് സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് വീണ്ടും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ആ ലൊക്കേഷൻ. ഇപ്പൊ നേരത്തെ ആ ഒരു വീട്ടിനുള്ളിൽ പെട്ടെന്ന് ഇരുന്ന് പലതും സംഭവിക്കാന്ന് പറഞ്ഞൊരു അനുഭവമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു നിങ്ങൾ തമ്മിൽ അവിടെ രസകരമായ മുഹൂർത്തങ്ങൾ കുറച്ചുണ്ടാവുമല്ലോ. അങ്ങനെ ഒന്ന് ഓർത്തെടുക്കാൻ ഷെറഫിന്റെ അടുത്ത് പറഞ്ഞ ആസിഫിന്റെ ഒരു രസകരമായ മുഹൂർത്തം എന്തായിരിക്കും? കൃത്യമാണല്ലോ എന്റെ ചോദ്യം. ആസിഫിന്റെ രസകരമായ മുഹൂർത്തം ഷെറഫിന്റെ. ഞാൻ അറിഞ്ഞത് ടുണീഷ്യ എയർപോർട്ടില് ആസിഫ് ഒരു 6 മണിക്കൂർ ഇരുന്നു എന്ന് കേട്ടിട്ടാണ് ഞാൻ ഫ്ലൈറ്റ് ഇവിടുന്ന് കയറിയത്. അപ്പൊ എനിക്ക് അത്രയും ടൈം എടുത്തില്ല. കാരണം ഒരു ബാച്ച് പോയത് കാരണം കൊണ്ട് അവർക്കൊരു ഐഡിയ കിട്ടിയാണ്. പിന്നെ നമ്മൾ വിചാരിക്കും പോലെ അല്ല, ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സ്പേസിൽ നമ്മള് ഇതാദ്യം മൊറോക്കോ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതൊക്കെ ടുണീഷ്യയിലേക്ക് ആയി കഴിയുമ്പോൾ കാര്യങ്ങൾക്ക് ഒരു ഇച്ചിരി മാറ്റം സംഭവിച്ചു. രാജ്യം ജസ്റ്റ് ഒന്ന് മാറിയുള്ളൂ. പക്ഷെ പരിപാടിയിൽ ഒരുപാട് മാറ്റം സംഭവിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വേറെ എന്താ പറയാ, നമുക്ക് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഫുഡ് ഒരു കുറച്ച് ദിവസം പോകുമ്പോൾ നമുക്ക് പിന്നെ അമലാപ്പോളിന്റെ കൂടെ കുക്കുണ്ട്, അതൊക്കെ വെച്ച് നമ്മൾ എന്താ പറയാ മസാല ദോശ 2 കൂട്ടി അടിക്കാൻ പറയും എന്നുള്ള സീനിലൊക്കെയാണ് നമ്മൾ പിടിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര എൻജോയ് ചെയ്ത് തന്നെയാണ് ആ പരിപാടി പോയിക്കൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും, എല്ലാ ക്രൂ മെമ്പേഴ്സ് എല്ലാവരും ഒരൊറ്റ ഹോട്ടലിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ ഈ താമസിച്ച ഹോട്ടലിൽ നിന്ന് ഒരു 1/2 മണിക്കൂർ നമ്മുടെ ലൊക്കേഷനിലേക്ക് ഒരു ഹൈവേ പോയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 20 മിനിറ്റ് നമ്മളൊരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ലൊക്കേഷനിലേക്ക് എത്താൻ. അപ്പൊ ഈ മൊത്തം ട്രാവൽ ഒരു 1 മണിക്കൂർ താഴെ വരും. രാവിലെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ചെന്ന് മേക്കപ്പ് ചെയ്ത് ഷൂട്ട് തുടങ്ങാൻ ചിലപ്പോൾ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാൻ രാവിലെ എഴുന്നേറ്റ് എന്നെ ഈ ഗെറ്റപ്പിലേക്ക് എന്നെ മൊത്തം മാറ്റി എടുക്കണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ സമയം വേണം. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണി 6:30 ആകുമ്പോൾ എഴുന്നേറ്റ് ഒന്ന് റെഡിയായി ഒരു 8:30 ആകുമ്പോൾ ഞാൻ ഇറങ്ങി നമ്മളൊരു 10 മണിക്ക് റോൾ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. അപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റിലായി മേക്കപ്പിനെ വിളിച്ച് മേക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുക. അപ്പൊ ഡെയിലി ഈ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ ഈ രൂപത്തിൽ ഒരാള് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്.
ഷൂട്ട് കഴിഞ്ഞ് വൈകുന്നേരം ലൊക്കേഷനിൽ പാക്കപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് ഊരിക്കളയാൻ എളുപ്പമാണല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് ആ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ മാറ്റി ഫ്രഷായി എൻ്റെ ഡ്രസ്സിട്ട് മുടിയൊക്കെ ചെയ്യി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചാണ് തിരിച്ച് ഹോട്ടലിലേക്ക് തന്നെ. ഈ രണ്ടുപേരെയും ഇവർക്ക് അറിയാൻ പാടില്ല. രാവിലെ ഇറങ്ങി പോണ ആള് വൈകുന്നേരം വന്നില്ല, വൈകുന്നേരം വന്നെ ആള് രാവിലെ ഇറങ്ങി പോകുന്നില്ല. ശരിക്കും ഈ ഒരു കൺഫ്യൂഷൻ അവിടെ ഒരാഴ്ച ഉണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു. അവര് നോക്കുമ്പോ ഈ കാര്യം അവിടെ വരുന്നത് ഈ ഭയങ്കര എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ടൂറിസ്റ്റ് മാത്രമാണ്, അല്ലാണ്ട് ഈ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന പെർട്ടിക്കുലർ സ്ഥലത്ത് ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല. അപ്പൊ ഈ സ്റ്റാർ വാർസ് ഒക്കെ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കാണാനും ഈ മരുഭൂമി കൂടെ യാത്രകൾ ചെയ്യുന്ന ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ ഒരു ലെവലിന്റെ മേളിലേക്കുള്ള ആളുകളാണ് ആ ഹോട്ടലിൽ വരുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ കൂടെ ഒരു കീറിയ പാൻറ്റും ഒരു ഷർട്ടും ഇട്ട് ഈ ലുക്കിൽ ഒരാള് വളരെ കോൺഫിഡൻസിൽ ഇറങ്ങി പോകുന്നുണ്ട്. ഇയാള് വൈകുന്നേരം തിരിച്ചു വരുന്നില്ല. പക്ഷെ ഇയാൾ എപ്പോഴാണ് ഈ റൂമിൽ കയറുന്നതെന്ന് ഇവർക്ക് അറിയില്ല. രാവിലെ ഇയാളെ എല്ലാ ഇത് രണ്ടാളുകളാണെന്നാണ് ആൾക്കാർ ഓർത്തുകൊണ്ടിരുന്നത് അവിടെ. ആ ഐഡന്റിറ്റി ഭയങ്കര രസകാരം. ഞാൻ വണ്ടിയിൽ ചെന്ന് അപ്പം നമ്മള് സ്വാഭാവികമായിട്ടും 3 പേര് ഉള്ളൊരു സിനിമ, 3 പേർക്കും ആദ്യം ഈ പ്രൊഡക്ഷൻ അപ്പൊ അവര് ചെയ്തിരുന്നത് അതിനു മുന്നേ ഇതാണ് റാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അവർക്കൊക്കെ കൊടുക്കുന്നൊരു സൗകര്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും 3 കാറുകളുണ്ട് പോവാനായിട്ട്. അപ്പൊ രാവിലെ മേക്കപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഗെറ്റപ്പിൽ കാറിൽ കയറിയിരിക്കുന്നു, സീറ്റ് ബെൽറ്റ് എടുത്ത് ഇടുമ്പോ ഡ്രൈവർ എന്നെ ഇങ്ങനെ നോക്കും, നീ ഏതാണെന്നുള്ള രീതിയിൽ. കാര്യം ഇയാളെ എന്നെ എന്തിനാ കൊണ്ടുപോകണമെന്നുള്ളതിനാണ്. ഏതോ മറ്റേ പണിക്കാരനോ ആരോ കയറി. പിന്നെ ഈ ഇയാൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒക്കെ നിർത്താൻ പറഞ്ഞാലും പുള്ളി ഇല്ല, എവിടെ നിർത്താൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതിലായിരുന്നു. പിന്നെയാണ് ഇയാൾക്ക് മനസ്സിലായത് ഇതിലെ ഒരു ഹീറോ ആണെന്നുള്ളതും ഒക്കെ. ഭയങ്കര ആ ലുക്ക് ഭയങ്കരമായിട്ട് ഞാൻ അതിൻ്റെ അകത്ത് ഭയങ്കര ആസ്വദിച്ചിട്ടുണ്ട്. ഈ 6 മണിക്കൂർ എയർപോർട്ടിൽ ഇരുന്ന കഥ എങ്ങനെയായിരുന്നു? 6 മണിക്കൂർ എയർപോർട്ടിൽ ഇരുന്നത് ഇത് തന്നെയാണ്. ട്യൂണീഷ്യയിലേക്ക് അങ്ങനെ ആളുകൾ വരേണ്ട ആവശ്യമൊന്നും ഇത് എനിക്ക് തോന്നുന്നു ഈ ഇത്ര ഒരു സംഭവം നമ്മുടെ ബ്ലസ്സിസാറിനുണ്ടായ ഒരു കഥ എന്നോട് അത് പറഞ്ഞു. നമ്മൾ പക്ഷെ കിട്ടാതെ ഒന്നും കിട്ടാതെ ഇരുന്ന സംഭവം ദയനീയമായിരുന്നു. നമ്മൾ ആദ്യം പോയി എല്ലാവരും നിൽക്കുന്നു, അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു, പിന്നെ പയ്യെ എന്നാ കുറച്ചേരം ഇരിക്കാം എന്ന് പറഞ്ഞ് നിലത്തിരിക്കുന്നു, പിന്നെ ബാഗ് വെച്ചിട്ട് നിലത്ത് കിടക്കുന്നു, ഉറങ്ങുന്നു. ഒരു മൊത്തത്തിലൊരു എന്താ പറയാ ഒരു ക്യാമ്പ് പരിപാടി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ എനിക്ക് അടിച്ച വിസ കഴിഞ്ഞിട്ട് ഞാൻ 2 ദിവസം കൂടി അവിടെ നിന്നു. അപ്പം ഇതുപോലെ തന്നെ ഇമിഗ്രേഷനിൽ അവര് എടുത്തിട്ട് നോക്കിയിട്ട് പ്രണവന്റെ അടുത്ത് പറഞ്ഞു, കണ്ടോ കുഴപ്പമൊന്നുമില്ല, അവര് കയറി പോവാണല്ലോ. പ്രശ്നമായി. ഞാൻ മറ്റേ ടുണീഷ്യൻ ജയിലൊക്കെ ആട് ജീവിതം. അതെ, ആട് ജീവിതം. അപ്പോഴേ അവര് ഇത്ര ചെറിയൊരു ദീർഘംസം പെനാൽറ്റി മേടിച്ചിട്ട് അവര് തിരിച്ചു നമ്മളൊന്ന് പരിങ്ങി. പിന്നെ എന്താന്ന് പറയല്ലോ, എല്ലാവരും പോവുകയാണ്. അതെ, ഒരു ഐഡിയ ഇല്ലാത്ത രാജ്യമല്ലേ. ഇതിന്റെ കളിക്കാൻ പറ്റുന്ന കാരണം കൊണ്ട് മാത്രം അറിയാവുന്ന പേരാണ് വേൾഡ് കപ്പില് കളിക്കാൻ വന്നിട്ടുണ്ട്. കാര്യം ഞങ്ങളെ കൊണ്ടുപോയ ഡ്രൈവർ, എയർപോർട്ടിൽ നിന്ന് ഈ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോയ ഡ്രൈവർ, ഇയാളെ 3-ാമത്തെ ദിവസമാണ് എന്നോട് പറഞ്ഞത് ഇയാളൊരു പോലീസ് ഓഫീസറാണ് അവിടുത്തെ. പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ വരുന്നതാണ് ലാഭം. അതുകൊണ്ട് പുള്ളി 1 മാസത്തെ ലീവ് എടുത്ത് ഡ്രൈവറായിട്ട് വന്നേക്കുന്നതാണ് അല്ലെ. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഞാനിപ്പം ടീച്ചറിന്റെ കണ്ട ഒരു റെയിൽവേ ക്രോസ് തലവെച്ച് കേൾക്കുന്ന ഒരു സംഭവം. ഈ ഒരു സബ്ജക്റ്റ് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞത്, നമുക്ക് പല സ്ഥലങ്ങളിലും ഒരു അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, മരിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരു സബ്ജക്റ്റിലേക്ക് ഇത് പോകുന്നുണ്ടോ? ഇത് എവിടെയെങ്കിലും നടന്ന ഒരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നു? നടന്നൊരു സംഭവമായിട്ട് ചിത്രീകരിക്കുന്നില്ല. ഇത് പ്യോർലി ഫിക്ഷണൽ ആണ്. ഈ ഇമാജിനറി വേൾഡിൽ നടക്കുന്ന സംഭവങ്ങളാണ്. ക്യാരക്ടേഴ്സ് എല്ലാം ഇമാജിനറി ആണ്. അതായത് യഥാർത്ഥ സംഭവങ്ങളോ ആൾക്കാരോ ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. അതെൻ്റെ മനസ്സിൽ വന്ന ഒരു കഥ, അത് ഡെവലപ്പ് ചെയ്ത് സിനിമയിലെ സ്ക്രിപ്റ്റാക്കി മാറ്റിയ. എത്ര നാളത്തെ കാത്തിരിപ്പാണ്? ഞാൻ ഫസ്റ്റ് പടം ഞാൻ 9ാം ക്ലാസ്സിലാണ് ഫസ്റ്റ് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ. ഒഫീഷ്യലായിട്ട് എൻ്റെ ഫാദർ സീരിയലൊക്കെ ഡയറക്റ്റ്. അപ്പോൾ അങ്ങനെയാണ് അസിസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്. അന്ന് മുതൽ ഒരു സിനിമ എപ്പോഴെങ്കിലും ഉണ്ടാക്കണം എന്ന് ഉള്ള ഒരു ആഗ്രഹത്തിലാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെ കുറേ നാൾ വർക്ക് ചെയ്ത് പിന്നെ ബോംബെയിൽ പോയി. ബോംബെയിൽ പോകുന്നത് തന്നെ മെയിൻ സ്ട്രീം ഇന്ത്യൻ സിനിമയുടെ ഭാഗമാകാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷേ അവിടെ അത്ര വേഗമൊന്നും ആയിരിക്കില്ലല്ലോ ജോലി കിട്ടാൻ. വർക്കൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല ആദ്യത്തെ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. അപ്പോൾ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. പക്ഷെ പട്ടിണിയും എന്തോ ബസ് കയറണോ നടന്നു പോകണോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐ വാസ് നെവർ സാഡ്, ഐ വാസ് നെവർ ഡൾ, ഐ വാസ് നെവർ ബിക്കോസ് എൻ്റെ മനസ്സിൽ എപ്പോഴേലും ഇതൊക്കെ ഒന്ന് ശരിയാവും, അപ്പോൾ ഈ കഥകളൊക്കെ എനിക്ക് പറയാമല്ലോ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞങ്ങൾ പോകുന്നത്. ആ കോൺഫിഡൻസ് പറഞ്ഞാൽ എന്നിലുള്ള കോൺഫിഡൻസ് ഒന്നുമില്ല, പക്ഷേ ആ സ്വപ്നത്തിൽ നമ്മുടെ ഡ്രീമിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. ഈ ഡ്രീം
നടക്കും. സോ യു ഡോണ്ട് കോൾ ഇറ്റ് എ ഡ്രീം എനിമോ, യു കോൾ ഇറ്റ് എ പ്ലാൻ. ആ പ്ലാൻ നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അപ്പോൾ 2009-10 കാലഘട്ടമാണ്. അപ്പോൾ സ്മാർട്ട് ഫോൺസ് ഒന്നുമില്ല. അപ്പോൾ ഈ സൈബർ കഫേയിൽ പോയിട്ട് ഇമെയിൽ ചെയ്യും. ഒരു 10 വരെ ഇമെയിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒരു സമാധാനമായി, ഇതിൽ ആരെങ്കിലും ഒരാളെങ്കിലും വിളിക്കും. പക്ഷെ ആരും വിളിക്കാറില്ല. പിന്നെ അഡ്രസ്സൊക്കെ എഴുതിയെടുക്കും. എടുത്തിട്ട് ഒരു ഏരിയ, ഇപ്പോൾ ഖാർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബസ്സിൽ ഇറങ്ങിയിട്ട് അവിടെയുള്ള എല്ലാ പ്രൊഡക്ഷൻ ഹൗസസിലും പോയിട്ട് CV കൊടുക്കലായിരുന്നു പണിയാണ്. പക്ഷേ ഈ CVs ഒന്നും എവിടെ എത്തുന്നുണ്ടായിരുന്നില്ല. സോ ഒരു പ്രാവശ്യം വിധു വിനോദ് ചോപ്രയുടെ ഓഫീസിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അവിടെ എത്തണമല്ലോ, സാറിൻ്റെ കയ്യിൽ എത്തണമല്ലോ. സോ ഞാനൊരു എൻവലപ്പിൽ ഒരു 100 രൂപയുടെ ഒരു നോട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ കുറേ പേപ്പറൊക്കെ വെച്ച് ഒരു ലെറ്റർ എഴുതി CV ഒക്കെ വെച്ചിട്ട് ഞാൻ പോയി. അപ്പോൾ അകത്തോട്ട് കയറില്ല, ബൗൺസേഴ്സ് ഒക്കെ നിൽപ്പുണ്ട്. അവർ വിധു അങ്കിളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചിട്ട് അപ്പോൾ പറഞ്ഞില്ല, റിസപ്ഷനിൽ ചോദിക്കുന്നവരുടെ അകത്തോട്ട് കയറ്റി. പിന്നെ വിധു അങ്കിളിൻ്റെ ഡാഡി കുറച്ച് ക്യാഷ് അയച്ചതാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ഇവർ ക്യാഷ് അല്ല സാറിൻ്റെ അടുത്ത് അല്ല പറഞ്ഞിട്ട് അങ്കിളോട് പറഞ്ഞിട്ട്, അപ്പോൾ ഇവരെടുത്ത് പോകുമ്പോൾ പുറമേ നിന്ന് ഇങ്ങനെ കാശ്, അപ്പോൾ 100 രൂപ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര വലിയൊരു എമൗണ്ട് ആണ്. പക്ഷേ ഇത് അവിടെ എത്തുമല്ലോ കാശാകുമ്പോൾ എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുത്തു. പക്ഷെ അത് വർക്കൗട്ട് ആയില്ല. അവരെ മേടിച്ചൊക്കെ വെച്ചു, പക്ഷെ എനിക്ക് കോളും വന്നില്ല, ഒന്നും വന്നില്ല. പക്ഷെ ആ 100 രൂപ പോയതിൻ്റെ ഒരു മാസത്തോളം എനിക്ക് വിഷമമായിരുന്നു. വേണ്ടായിരുന്നു 100 രൂപ പോയല്ലോ. അതെ, പക്ഷെ ചിലപ്പോൾ വർക്കൗട്ട് ആവാറുണ്ട്. ഈ ഐഡിയ അല്ല. പിന്നെ ഒരു ദിവസം ചെയ്യാൻ പോണേ അല്ലേ? നല്ല ഐഡിയ പൂജ മാമിന്റെ ഞാൻ നമ്പർ കിട്ടി, ഞാൻ വിളിക്കുമായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ പുള്ളിക്കാരി ഇടയ്ക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യും, വിളിക്കാന്നൊക്കെ പറയും. പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ പുള്ളിക്കാരിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഓഫീസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുള്ളിക്കാരുടെ വീടിൻ്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് പോയി. അപ്പോൾ 3-4 സെക്യൂരിറ്റീസ് ഉണ്ട് അവിടെ. അപ്പോൾ അവർ കയറ്റിയില്ല, ഒബ്വിയസ്ലി. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഞാൻ പോയില്ല, ഞാൻ അവിടെയൊക്കെ തന്നെ കറങ്ങി നിന്നു. എന്നിട്ട് ഇവർ ലഞ്ച് ബ്രേക്കിൽ അവർ ഫുഡ് കഴിച്ചിട്ട് തീരുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ കയറി പോയി ലെഫ്റ്റിൽ മുകളിലോട്ട് പോയി. 11th ഫ്ലോർ പോയപ്പോൾ പൂജ ഭട്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനോട് ബെല്ലടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ഡോറല്ല, അതിനടുത്തുള്ള ഡോറിൽ ചെറിയ ഡോർ ഉണ്ടാവില്ലേ, അത് തുറന്നാൽ ആരാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പൂജ മാമിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഒരു ഡോർ തുറന്നു, ആ പൂജ ഭട്ടായിരുന്നു. അത് പൂജ മാമിൻ്റെ അമ്മയുടെ വീടായിരുന്നു അടുത്തുള്ള. ഷീ സ്റ്റാർട്ടഡ് ഷൗട്ടിങ് അറ്റ് മീ. എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ നിങ്ങൾ ആരാ മോളിലോട്ട് പറഞ്ഞു വിട്ടേ എന്നൊക്കെ പറഞ്ഞു സോറി പറയുന്നു. ഞാൻ പറഞ്ഞു മാം, ഞാൻ അർഫാസ്, ഞാൻ മാമിനെ മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു പണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഓർമ്മ ഉണ്ടാവും. അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ തിരിച്ച് ലെഫ്റ്റിൽ കയറി തിരിച്ച് വരിക. അപ്പോൾ അപ്പോഴേക്കും ഇവരെ താഴെ വിളിച്ച് സെക്യൂരിറ്റീസിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇറങ്ങി ഒരു 3 സെക്യൂരിറ്റീസ് ഇങ്ങനെ എപ്പോഴാണ് കയറിപ്പോയെന്നുള്ള രീതിയിൽ നിൽക്കുക. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മാമിനെ മെസ്സേജ്, സോറി മാം, ഡെസ്പറേറ്റ് അറ്റംപ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഷീ സെഡ് ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് മാമി ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഫിലിം ഫെസ്റ്റിവലിന് 5000 രൂപയും കണ്ട ഡെലിഗേറ്റ് പാസ് എടുക്കാൻ. അപ്പോൾ അത്ര കാശില്ല. പക്ഷെ എനിക്ക് ഫെസ്റ്റിവലിൽ പടം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ബുക്ക് മൈ ഷോ ആയിരുന്നു ഇതിൻ്റെ വോളണ്ടിയേഴ്സിനെയൊക്കെ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വോളണ്ടിയറായിട്ട് കയറി. എന്നിട്ട് അപ്പോൾ പടം കാണാമല്ലോ, കുറേ ഫിലിം പേഴ്സണാലിറ്റീസിനൊക്കെ കാണാമല്ലോ എന്ന് വെച്ചു. പക്ഷെ ഫിലിം പേഴ്സണൽ കാണാനൊന്നും അവർ സമ്മതിക്കില്ല. അവരുടെ വലിയൊരാൾ, ഇപ്പോൾ അനുരാഗ് കശ്യപ് വരുമ്പോൾ അതിൻ്റെ കൂടെ ആൾക്കാരുണ്ടാവും, നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനൊന്നും പറ്റില്ല, സിനിമ കാണാനൊന്നും പറ്റില്ല, അകത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ 4 ദിവസം കഴിഞ്ഞ് 500 രൂപ വെച്ച് കിട്ടും. അപ്പോൾ തീരുന്ന അന്നാണ് ഈ കാശ് മുഴുവൻ കിട്ടുക. അപ്പോൾ ആ തീരുന്നതിൻ്റെ തലേന്ന് ഞാൻ ഫോൺ ഇങ്ങനെ ചാർജിലോട് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൊളീഗ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആരോ ഫോൺ റിങ് ആവുന്നുണ്ട്. അപ്പോൾ എടുത്തിട്ട് പൂജ ഭട്ട് കോളിങ് കിസ്കാ ഫോനെ എന്ന് വെച്ചാൽ അയ്യോ എൻ്റെ ഫോണാണോ. ഞാൻ പോയി എടുത്ത് ഫോൺ എടുത്തു. അപ്പോൾ പൂജ മാമായിരുന്നു. പുള്ളിക്കാരൻ ഡിഡ് യു ഗെറ്റ് എ ജോബ്? ഐ സെഡ് നോ മാം, ഐ എം സ്റ്റിൽ ലുക്കിംഗ്, യു വാണ്ട് ടു വർക്ക് വിത്ത് മീ? ഐ സെഡ് യാ മാം, ഓക്കെ കം ടുമോറോ. ഞാൻ അടുത്ത ദിവസം പോയാലും ഇവിടെ കാശ് കിട്ടത്തുള്ളൂ. പക്ഷേ ഐ ലെഫ്റ്റ് ഇറ്റ് ആൻഡ് ഐ വെന്റ് ആൻഡ് മെറ്റ് ഹർ. ദെൻ ഐ വർക്ക് വിത്ത് ഹർ ആസ് എൻ അസോസിയേറ്റ്. ക്യാബറേ എന്ന് പറഞ്ഞിട്ടൊരു പടത്തിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ you keep trying, you don't give up. ഈ സിനിമ അല്ല, വലിയൊരു കഥയാണല്ലേ അല്ലേ? ഇത് കേട്ടിട്ടുണ്ടോ ഈ കഥ? ഇല്ല അല്ലേ? ഫസ്റ്റ് ആണ് മനസ്സ് തുറന്ന് പറയുന്നത് അല്ലേ? ഈ സിനിമ ആക്ച്വലി സംഭവിക്കാൻ തന്നെ കാരണം എനിക്ക് തോന്നുന്നു at no point I gave up. You know, there were moments where I felt like ഇത് സംഭവിക്കില്ല, എനിക്ക് ഡേറ്റ്സ് കിട്ടുമ്പോൾ മറ്റേയാളുടെ ഡേറ്റ് കിട്ടില്ലെങ്കിലോ ലൊക്കേഷൻ ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ബട്ട് ഐ ഡിഡ്ന്റ് ഗിവ് അപ്പ്, ഐ കെപ്റ്റ് ട്രൈയിങ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ലെസൺ ഐ ഫീൽ. എവറിബഡി ഹു ഹാസ് എ ഡ്രീം ഷുഡ് നെവർ ഗിവ് അപ്പ്, ജസ്റ്റ് കീപ് ട്രൈയിങ് അറ്റ് ഇറ്റ്സ്. എപ്പോഴേലൊക്കെ അത് സംഭവിക്കും. അല്ല, അത് സംഭവിച്ചിരിക്കുകയാണ്. ഇനി ജൂലൈ 26-നാണ് നമ്മുടെ തലവന്റെ പോലെ തലവരെ എന്താവും നമ്മൾ കാത്തിരിക്കേണ്ടത്. അതാണ് അതിന്റെ കറക്റ്റ് കാരണം. പക്ഷെ നിങ്ങളുടെ ഒരു യാത്ര ഗംഭീരമാണ് കേട്ടോ. ആ യാത്രയ്ക്കുള്ള ഫലമായിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ. അതല്ല, ഇടവും വലവും ഇരിക്കുന്ന 2 പേര്, ഇവരും തിരക്കുള്ളവരാണ്. ആ ഡേറ്റിന്റെ കാര്യം പറഞ്ഞു, ഇവരും ആ തിരക്കിന്റെ സമയത്ത് ഡേറ്റ് ചെയ്യുന്നത്. അതും ഇവിടെ വിട്ടിട്ട് ഇന്ത്യക്ക് പുറത്ത് എത്രയോ ദിവസങ്ങൾ നിൽക്കേണ്ട വന്നു. അതും ഇവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു, സബ്ജക്റ്റ് ഇഷ്ടപ്പെട്ടു, സിനിമ ഇഷ്ടപ്പെടുന്നതാണ്. നിർത്തിയിട്ട് നിങ്ങൾ പോയില്ലല്ലോ.
അത് നിർത്തിപ്പോയില്ല, മടിയായിട്ട് നിർത്തിപ്പോയില്ല. ആ യാത്ര, ആ ഫോൺ കോൾ വന്ന ഒരു സാധനം ഓർക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും അല്ലേ, നമ്മൾ ഇപ്പോഴത്തെ ആളുകൾക്കൊന്നും അത്ര പ്രശ്നമില്ലല്ലോ ആസിഫെ അല്ലേ, എവിടെ എത്തിപ്പെട്ടാൻ പറ്റുന്നില്ലേ ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ ആക്സസ് ചെയ്യാൻ എളുപ്പമാണ്. എല്ലാവരുമായിട്ട് ബന്ധങ്ങൾ, കണക്ഷൻ കൂടുന്നു. അന്നൊന്നും അങ്ങനെയല്ലല്ലോ. നേരത്തെ ഞാൻ ചോദിച്ചതിൻ്റെ ഒരു കാര്യങ്ങൾ ചോദിച്ച് അവസാനിക്കാം. നിങ്ങൾ 6 മണിക്കൂർ ഇരുന്ന കഥ പറഞ്ഞു. ഷറഫിന്റെ രസകരമായ മുഹൂർത്തം എന്തൊക്കെയാ വീട്ടിന്റെ ഉള്ളിൽ ഒരു ഓർമ്മയിലെടുക്കാൻ പറ്റുമോ? ഷറഫ് ഇങ്ങനെ അങ്ങോട്ട് നടക്കുമായിരിക്കുമല്ലോ. ഷറഫ് അവിടെ ലൊക്കേഷനിൽ ഞങ്ങൾ ഷൂട്ട് തുടങ്ങി ആദ്യത്തെ ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം വരുന്നത് ഒരു വലിയ സ്പീക്കറായിട്ടാണ്. അപ്പം അതായത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ടുനീഷ്യയിൽ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞപ്പോ സാർ ആ മൂഡിലാണ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഞാനിത് കണ്ട് എന്റെ മതിയും കൊതിയും കെട്ട് വാ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഫുൾ ഹോളിഡേ മൂഡില് പൂക്കൾ ഷർട്ടൊക്കെ ഇട്ട് ഷറഫുദ്ദീൻ മറ്റേ വലിയ സ്പീക്കറൊക്കെ പിടിച്ച് എങ്ങനെ ഉണ്ട്, ഞാൻ വാ വാ എന്നൊക്കെ പറഞ്ഞ് വരുന്നു. വന്നിറങ്ങി ആ ടുനീഷ്യയിൽ ഇറങ്ങി ഇതുപോലെ തന്നെ 8.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ലൊക്കേഷനിലേക്ക് വന്ന് കയറിയപ്പോ തന്നെ ഷറഫിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി. പിന്നെ ഞാൻ ഇനി ഇപ്പൊ ഭക്ഷണം കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം എന്ന് പറയുന്നത് ഭക്ഷണം കൂടെ കഴിച്ചതോടുകൂടി ഏകദേശം തീരുമാനമായി. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഷൂട്ട് തുടങ്ങി ഒരു ദിവസം അമല, അപ്പൊ ഈ അമലയുടെ കൂടെ ഒരു ഷെഫ് ഉണ്ട്. അമലയ്ക്ക് ഭക്ഷണം അലർജി അങ്ങനെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അപ്പൊ എപ്പോഴും ഒരു ഷെഫ് കുക്ക് ഉണ്ട് കൂടെ. അപ്പൊ ഇവനായിരുന്നു പിന്നെ ഞങ്ങളുടെ ടാർഗറ്റ്. ഇവന് നമ്മള് സാധനങ്ങളെല്ലാം നമ്മൾ എത്തിച്ചു കൊടുക്കാം, പക്ഷെ വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ അമലാപ്പോള് ഒരു വീട്ടമ്മയായി മാറുകയും ഞങ്ങളൊക്കെ അവിടെ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാവുകയും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് എല്ലാം ആസ്വദിക്കാൻ പറ്റുക എന്ന് പറയില്ല, നമ്മൾ ചെയ്യുന്ന സിനിമയും ആസ്വദിക്കുന്നുണ്ട്, ആ ക്രൂവും നമ്മുടെ ഭാഗമായി നിൽക്കുന്നു, ലൊക്കേഷനും പുതിയതാണ്. അപ്പൊ എല്ലാ രീതിയിലും ഈ പറയുന്ന ഒരു 30-35 ദിവസം പോയത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ബോക്സ് തുറക്കേണ്ട വന്നില്ല അല്ലേ? ഇല്ല, ഞങ്ങൾ അവിടെ ആസ്വദിച്ചു. മരുഭൂമിയിൽ ഞങ്ങൾ ഒരു പൂക്കാലം ഉണ്ടാക്കി. അതിന് ഷറഫ് പോകുമ്പോ നമ്മള് ചോദിക്കുകയും ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ പൊക്കോ, നമുക്ക് ആഘോഷിക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ താമസിച്ചത് അവിടുത്തെ ഏറ്റവും വലിയൊരു റിസോർട്ടിലാണ്. അപ്പൊ അവിടെ തന്നെ നമുക്ക് 2 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്വിമ്മിംഗ് പൂൾസ് ഉണ്ട്. ഒന്ന് ഔട്ട്ഡോർ പൂൾ ഉണ്ട്, അത് ഭയങ്കര തണുത്ത വെള്ളമാണ്. അകത്തൊരു മറ്റേ ഹോട്ട് പൂളുണ്ട്. അപ്പൊ രാവിലെ നമ്മള് തണുത്ത വെള്ളത്തിൽ കുളിക്കണോ ചൂടുവെള്ളത്തിൽ കുളിക്കണോ ഹോട്ടലിന്റെ പേര് പാം ബീച്ച് റിസോർട്ട് എന്നായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് ഇവര് വിളിച്ചു ബീച്ചിനടുത്താണോ റിസോർട്ട്, പക്ഷെ ഇത് മരുഭൂമിയിലായിരുന്നു. ഷറഫ് ഇപ്പം പ്രൊഡ്യൂസിംഗ് രംഗത്തേക്ക് പ്രൊഡ്യൂസർ ആയിരുന്നു. ആസിഫ് അലിയിൽ എന്തെങ്കിലും ഉപദേശം തേടിയിരുന്നോ? പ്രൊഡ്യൂസർ ആവുമ്പോഴോ? ഞാൻ എന്നെക്കാളൊക്കെ എത്രയോ മുകളിലാണ് അവൻ. എങ്ങനെ പ്രൊഡ്യൂസർ അല്ല, പ്രൊഡക്ഷൻ സമയത്ത് ഞാൻ എന്തെങ്കിലും ഉപദേശം തന്നിട്ടുണ്ടോ? പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ടെൻഷൻ ഉണ്ടാകാറുണ്ട്. ടെൻഷൻ ഉണ്ടാവാറുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധാരണകളൊക്കെ ഉണ്ട്. ആ ധാരണകളൊക്കെ കറക്റ്റ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷന്റെ ആവശ്യമില്ല. ധാരണകൾ കറക്റ്റ് ആയിട്ട് പോകണം. അത് കുറെ ദിവസം പോകുമ്പോൾ ഈ ധാരണകൾക്ക് ഒരു മാറ്റം എപ്പോഴും വരാറുണ്ടല്ലോ. നമ്മള് ജീവിതത്തിൽ ഇനി പ്രൊഡക്ഷൻ എന്നല്ല, നമ്മളൊരു ബസ് കാത്ത് നിൽക്കുന്നു, ആ ബസ് വന്നില്ലെങ്കിൽ എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിഭ്രാന്തികൾ, അത് ചിലപ്പോൾ ഒരു 1-2 മണിക്കൂറുകൾ നീളുന്ന പരിഭ്രാന്തി, അത്രയും അവിടെ ഓക്കെ. കാരണം നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമുക്കൊരു കൃത്യമായ സന്തോഷം ഉണ്ടായാൽ മതി, തൃപ്തി കിട്ടിയാൽ മതി നമുക്ക് അല്ലേ? അല്ല, ഇപ്പം ഈ അഭിനേതാക്കൾ എല്ലാവരും പ്രൊഡക്ഷൻ രംഗത്തേക്ക് വരുന്നുണ്ട്. ഇവിടെ ഉള്ള പ്രൊഡ്യൂസർമാർ എന്ത് ചെയ്യുന്നുള്ള ഒരു ചോദ്യത്തിനും പുറത്ത് നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നണം. ഇവിടെ ഹോട്ടലിന്റെ പുറത്ത് ഒരു കൗണ്ടർ വരാത്ത എന്താന്ന് പറഞ്ഞത്, ഇത്ര നേരമായിട്ട് കൗണ്ടർ വന്നില്ല എനിക്ക്. അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമകൾ സംഭവിക്കുക എന്നുള്ളതാണ് ആര് ചെയ്താലും. അപ്പൊ അതിന് ഇപ്പം നല്ല ആക്ടർ അല്ല, ഒരുപാട് നാളായിട്ട് ഇവിടെയുള്ള നായകന്മാരെ വെച്ച് മാത്രമേ സിനിമ ചെയ്യുള്ളൂ എന്നല്ലല്ലോ തീരുമാനിക്കുക. നമുക്ക് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള നല്ലൊരു ആക്ടറിനെ കൊണ്ടുവരിക, അവരെ വെച്ചിട്ട് സിനിമ ചെയ്യുക. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ നിർമ്മിക്കേണ്ട ഒരു അവസരം വരുമ്പോൾ ആ സിനിമ നമുക്ക് കിട്ടുന്ന പ്രൊഡ്യൂസറിനെ കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ബെറ്റർ ഓപ്ഷൻ ചെയ്യാൻ നോക്കും. അത് ഇപ്പൊ സിനിമ നന്നാവാൻ അതിൻ്റെ അകത്ത് ഒന്നും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അത് നമ്മൾ കാണുന്ന സിനിമ നമുക്ക് ഒരു പ്രൊഡ്യൂസറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവുന്നില്ല ഈ സിനിമയുടെ ചെലവ് എവിടെയാണെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുവാണ്. അത് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ആക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സായി മാറുന്നത്. അത് സിനിമയോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അല്ലാതെ
അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാമെന്നോ പ്രൊഡ്യൂസറിന് പൈസ കൊടുക്കണ്ടെന്നോ അങ്ങനെ ഒന്നുമല്ല. ആ സിനിമ നന്നാവാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമുക്ക് ആ സിനിമ ആ സബ്ജക്ട് എനിക്ക് പറ്റിയ കേട്ടില്ല നമ്മൾ ചെയ്യണമല്ലോ. അതെ, അത് തന്നെ മമ്മൂക്ക ഉൾപ്പെടെയുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ വെറുതെ തമാശയായിട്ട് പറഞ്ഞോട്ട് അല്ല, ഈ പറഞ്ഞത് തന്നെയാണ് അതിന്റെ കറക്റ്റ് ഉത്തരം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് ഈ സിനിമയ്ക്ക് ഇത്ര രൂപ എന്ന് പറയുമ്പോൾ അയ്യോ എന്ന് പറയുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് നമുക്കത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, മഞ്ഞുമൽ ബോയ്സ് പോലൊരു സിനിമ അത്രയും വലിയൊരു ചെലവിൽ അവർ എടുക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വലിയൊരു മേജർ റിസ്ക് ഉണ്ട് ആ സിനിമയ്ക്ക്. അപ്പം ആ സിനിമ ചെയ്തതിന് ഭയങ്കര വലിയ കയ്യടിയുണ്ട്. പക്ഷെ ആ സിനിമ ചെയ്യാൻ തയ്യാറായതിന് അത്രയും വലിയൊരു സെറ്റപ്പും അത്രയും വലിയൊരു ആ കേവ് സെറ്റപ്പ് ചെയ്തതിനൊക്കെ വലിയൊരു കയ്യടിയുണ്ട്. കാരണം അത്രയും നല്ലൊരു സിനിമ ഇവിടെ ചെയ്തെടുത്തു, അതിന് ഇവിടെ കൈയടിച്ചു, പുറത്ത് ഭയങ്കരമായിട്ടുള്ള ക്ലാപ്സ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ സമയങ്ങളിൽ തന്നെ കണ്ടൊരു സിനിമയാണ് സൊസൈറ്റി ഓഫ് ദി സ്നോ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിലുണ്ടത്. അത് ഒരു സർവൈവൽ ത്രില്ലറാണത്. അപ്പം ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ റിലീസ് ആയിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, ചിലപ്പോൾ ഈ സിനിമ അതൊരു എനിക്ക് തോന്നുന്നു ഉറുഗൻ സിനിമയോ മറ്റോ ആണത്, ലാറ്റിൻ സിനിമയാണ് അത്, ഒരു ഹോളിവുഡ് സിനിമയല്ല. ഫുട്ബോൾ ടീം, റഗ്ബി ടീം ട്രാവൽ ചെയ്ത് അത്. അപ്പൊ ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒരു പക്ഷേ മഞ്ഞുമൽ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയും ആ സിനിമ പോകാനുണ്ട്, ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ടെന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. ഒരു പക്ഷെ അതിന് വേറൊരു നിർമ്മാതാവാണെങ്കിൽ ആ സിനിമ വാഗമണിൽ ഷൂട്ട് ചെയ്യുന്നത് എത്രയോ അങ്ങനെ ചർച്ച വരെ നടന്ന സിനിമയായിരുന്നു. എത്രയോ പേര് മാറിയിട്ട് അവിടെ ഒതുങ്ങാം എന്ന് പറഞ്ഞവരാണ്. കറക്റ്റാണ് പറഞ്ഞത്, അവിടെ തീരേണ്ട സിനിമയായിരുന്നു. ആ സിനിമയാണ് അങ്ങനെ എത്തിയിരിക്കുന്നത്. അത് ആ ചെയ്ത റിസ്ക്കും ആ സിനിമ ചെയ്യാൻ റെഡി ആയിരുന്നത് ഭയങ്കര വലിയൊരു എഫേർട്ടാണ്. മലയാള സിനിമയ്ക്ക് മൊത്തത്തിൽ ഭയങ്കര ഗുണം. അത് നേരത്തെ ആസിഫ് സിനിമ പോകരുത് എന്നുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ തീരുമാനം കൂടാണ്. അതാണ് കറക്റ്റ്, ആർട്ടിസ്റ്റിന്റെ തീരുമാനമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ സിനിമ ഈ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് സിനിമ ആയിട്ടില്ല. അതൊരു ആ സിനിമയ്ക്ക് വേണ്ട കറക്റ്റ് ചെയ്തു ഒരിക്കലും ഇല്ല. ലെവൽ ക്രോസ് എന്ന സിനിമ കോടികൾ ക്രോസ് ചെയ്തൊക്കെ പോട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് ഞാൻ. കൂടെ ഉണ്ടാകും, സിനിമയെ സ്നേഹിക്കുന്ന എന്ന നിലയിൽ കൂടെ ഉണ്ടാകും ഈ സിനിമയുടെ. അതാണ് ഹൈദരാലി. താങ്ക് യു. ചേഞ്ച് ആകും, വേറെ റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. IELTS ഇനി റിസൾട്ട് ഉള്ളിടത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, the best language academy in Kerala.